ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന ഒരു തോട്ടാണ് എന്താ പറയുക, നമ്മൾ ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് അല്ലേ. അതായത് തോക്കുമോ എന്നുള്ള ഒരു ഭയം അല്ലേ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അതായത് ചിലപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയവരാകാം, അല്ലെങ്കിൽ പ്രിപ്പയർ ആകാതെ പോയവരാകാം. ഒക്കെ ഒരു ഇനി ആ വിഷയം ജയിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഇനി A+ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഈ ഒരു ഡൗട്ടും ഒരു കൺസേൺസും എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനിയും ഉള്ള ഡേയ്സിൽ ഇത് കുറച്ചുകൂടി കൂടാനാണ് ചാൻസ് അല്ലേ. കാരണം ജനുവരി ഈ ഒരു മന്ത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഫെബ്രുവരി 16 മുതൽ നമുക്ക് മോഡൽ എക്സാമാണ്. പിന്നെ മാർച്ച് 6 തീയതി നമുക്ക് പബ്ലിക് എക്സാമാണ്. അപ്പോൾ നമുക്കിനി പഠിക്കാനൊന്നും അധികം സമയമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ കുറേ കൂടി ഇനി ഈ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്ന സംഭവം നമ്മുടെ മനസ്സിൽ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത്തരത്തിൽ എന്താ പറയുക, എക്സാമിനെയും അല്ലെങ്കിൽ ഇനിയുള്ള ഡേയ്സിനെയും ഒക്കെ അത്തരത്തിൽ ഒരു വറിയോടുകൂടി ഇങ്ങനെ നോക്കിക്കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു സംഗതി ഉണ്ടല്ലോ, അതായത് ഇനി ഞാൻ മീൻസ് ഒരു ഓവർ തിങ്കിങ് അല്ലേ. നമ്മളിനി നന്നായിട്ട് എഴുതാൻ പറ്റുമോ, നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ, എക്സാമിന് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഒരു കൺസേൺസ് ഉണ്ടല്ലോ. ഈ ഒരു സംഗതി എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ കുട്ടികൾക്കുള്ള കാര്യമല്ല. ഇത് എന്താ പറയുക, ഒരു കോമൺ ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത്. അതിപ്പോൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാലും നമുക്കുണ്ടാവാം, ഒന്നും പഠിക്കാണ്ട് വന്നാലും നമുക്ക് ആ ഒരു സംഗതി ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എന്താ പറയുക, ഇതങ്ങ് മാറ്റി വയ്ക്കുക. അതായത് ഇതിനെക്കുറിച്ചിട്ട് അങ്ങ് ചിന്തിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു എക്സാം വരുമ്പോൾ അത് തോക്കുമോ ജയിക്കുമോ, A+ കിട്ടുമോ കിട്ടൂലയോ എന്നുള്ള ഒരു തോട്ട് ഉണ്ടല്ലോ, ആ തോട്ട് നമ്മളങ്ങ് മാറ്റി വയ്ക്കുക. അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാണ്ടിരിക്കുക. നമ്മൾ എന്താ പറയുക, മൈൻഡിൽ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു നമ്മുടെ എക്സാം വരികയാണ്. അപ്പോൾ എക്സാമിന് നമുക്ക് എന്താക്കണം, എല്ലാ വിഷയങ്ങളും നമുക്ക് നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പോയി അറ്റൻഡ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നുപോലും വിടാണ്ട് എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യണം. അത്രയും മാത്രം നിങ്ങളിപ്പോൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, അല്ലാണ്ട് A+ വാങ്ങണോ, ഫുൾ മാർക്ക് മേടിക്കണോ, ജയിക്കണോ എന്നുള്ളത്, അതിനൊക്കെ കാര്യമുണ്ട്, അതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഓവറായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ ഒരു സ്ട്രെസ്സും ഒരു ടെൻഷനും അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ വരുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് വേണം. അതായത് എനിക്ക് എന്താ പറയുക, എനിക്ക് ജയിക്കണം, എല്ലാ വിഷയങ്ങളും ജയിക്കണം എന്നുള്ള ഒരു തോട്ട്, അങ്ങനെ ഒരു എയിം നമുക്ക് വേണം. അത് ശരിയാണ്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ഓവറായിട്ട് എന്താക്കേണ്ടില്ല, ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് എന്താ പറയുക, നമ്മൾ സമയം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യം, ഇനി നമുക്ക് എന്താണ്, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ജനുവരി ഒരു 1 മന്ത് നമുക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾക്കാണെങ്കിൽ പ്രാക്ടിക്കലൊന്നുമില്ല, സയൻസുകാർക്കാണെങ്കിൽ പ്രാക്ടിക്കലും ഈ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ആ ഒരു പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കെന്തായാലും ജനുവരി മന്ത് ഉണ്ട്. ഓക്കെ, ഈ ഒരു മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെബ്രുവരി നമുക്ക് 16 ഇപ്പോൾ മോഡൽ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുള്ളത്. സോ അതിന് മുന്നേ ഉള്ള അത്രയും ടൈം നമുക്ക്, ഇത്രയും ടൈമാണ് നമുക്കിനി മുന്നിൽ നമുക്കുള്ള ടൈം എന്ന് പറയുന്നത്. മീൻസ് നമ്മുടെ 6 വിഷയങ്ങളും പഠിച്ച് സെറ്റാക്കാൻ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയം ഇത്രയും സമയം മാത്രമാണ്. ഓക്കെ, അപ്പം അത് മാത്രമല്ല, ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും ടെസ്റ്റ് പേപ്പേഴ്സും റിവിഷനും ഒക്കെ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു ജനുവരി മാസം എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് ഫുള്ളി ഒരു റഷായിട്ടുള്ള ഒരു ടൈമായിരിക്കും ഈ വരുന്ന സമയം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനിടയിലും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അതെന്താ ഇനി നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെയുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പേരെങ്കിലും കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ബേസ് ചെയ്തിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം. അപ്പോൾ അതും അങ്ങനെയുള്ളവരടുത്തും എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ള നമ്മളെന്താ, കഴിഞ്ഞ കാര്യങ്ങൾ പാസ്റ്റ് ഈസ് ഓൾവേസ് പാസ്റ്റ്. ഓക്കെ, അതായത് കഴിഞ്ഞ ക്രിസ്മസ് എക്സാം എന്ത് മാർക്ക് കിട്ടി, ഞാൻ ജയിച്ചോ ഇല്ലയോ, A+ വാങ്ങിയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതേ, അതിപ്പോൾ എന്താ പറയുക, നമുക്കിനി അടുത്ത് സ്കൂൾ തുറക്കുമ്പോൾ പേപ്പർ കിട്ടും. അപ്പോൾ ടീച്ചേഴ്സ് 1-2 ദിവസം അതിനെക്കുറിച്ച് സംസാരിക്കും. പിന്നെ ഒരു PTA കാണുമല്ലോ, അപ്പോൾ പാരൻസുമായിട്ട് ഒരു 1-2 ദിവസം ആ ഒരു സംസാരം ഉണ്ടാവും. എത്ര മാർക്ക് വന്നു,
തോറ്റോ ജയിച്ചോ എന്നൊക്കെയുള്ളൊരു ടോക്ക് അത്രയും ദിവസങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിനുശേഷം അതിന് വേറെ പ്രസക്തി ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ക്രിസ്മസ് എക്സാം എന്നുള്ളത് അതിന് കളയുക, അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കാണ്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഇനിയുള്ളതാണ് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ഇനി നമുക്ക് മെയിനായിട്ട് നമ്മുടെ മോഡൽ എക്സാം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ നമ്മുടെ പബ്ലിക് എക്സാം വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് എന്താക്കണം, നല്ല രീതിയിൽ എനിക്ക് പഠിച്ച് നന്നായിട്ട് എല്ലാ വിഷയങ്ങളും അറ്റൻഡ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഇപ്പോഴേ നമ്മൾ നന്നായിട്ട് പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. പ്ലസ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനെ കുറിച്ചിട്ടും. അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉള്ളവർ അതും നമുക്ക് പഠിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമുക്കിനി സമയമില്ലല്ലോ, ഇതൊക്കെ കൂടി എങ്ങനെ പഠിക്കും, മീൻസ് ഇതുവരെയൊക്കെ പഠിക്കാത്ത പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അങ്ങനെ ഒരു ചിന്ത വരാം. ഇത് ഇനി എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ചിന്ത. നമ്മൾ അങ്ങനെയൊന്നും ഇത് ആലോചിക്കേണ്ട. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്കിനി സമയമുണ്ട്. ഓക്കെ, നമുക്ക് നാളെയോ മറ്റന്നാളോ അല്ലല്ലോ നമ്മുടെ പബ്ലിക് എക്സാം വരുന്നത്, ഇനിയും നമുക്ക് സമയമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും സമയമുള്ളിടത്ത് നമ്മൾ ഇനിയുള്ള ടൈം അത്യാവശ്യം നന്നായിട്ട് ഒന്ന് യൂട്ടിലൈസ് ചെയ്താൽ മതി. മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ജസ്റ്റ് നമ്മളെ തന്നെ ഒന്ന് പുഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പഠനത്തിൻ്റെ ഇതിലോട്ടൊന്ന് കൊണ്ടുവരിക. അത്രയും നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, ബാക്കിയെല്ലാം അങ്ങ് നടക്കും. വേറെ നമ്മൾ പിന്നെ എന്താ മാർക്കിനെ കുറിച്ചിട്ടോ A+നെ കുറിച്ചിട്ടോ ഒന്നും നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യം നന്നായിട്ട് പഠിക്കാൻ പറ്റുക എല്ലാ വിഷയവും, അത് നന്നായിട്ട് പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് എഴുതാൻ കൂടി പറ്റണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് നമ്മളിപ്പോഴേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈസിയാണ്, പക്ഷേ എന്നാൽ നമ്മൾ പഠിച്ചൊക്കെ ഒന്ന് തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയാവൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഇതിപ്പോൾ ഇപ്പോൾ +2 പബ്ലിക് എക്സാം എന്നല്ല, ഏതൊരു എക്സാമിലായിക്കോട്ടെ ഇങ്ങനെയുള്ള വസ്തുതകൾ മനുഷ്യന്മാരായിട്ടുള്ള എല്ലാവർക്കും വരുന്നതാണ്. ഓക്കെ, ഇനി ജയിക്കുമോ തോക്കുമോ, അതോ ഇനി എന്താ പറയുക, ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത്തരത്തിലുള്ള വറീസൊക്കെ ഇറ്റ്സ് എ കോമൺ തിങ്. അതിനെ നമ്മൾ മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇത്ര ചെയ്താൽ മതി. ഇനി നമുക്കറിയാം, നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും പഠിക്കേണ്ട, നമ്മൾ വേണമെങ്കിൽ എന്താ പറയുക റീൽസും ഷോർട്സൊക്കെ കണ്ട് നമുക്ക് ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെയായിരിക്കും നമ്മുടെ മൈൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡിലോട്ട് എടുക്കരുത്. നമ്മൾ മനസ്സിലാക്കുക ഇനി നമുക്ക് കുറച്ച് സമയമുള്ളൂ, പക്ഷേ ഈ സമയം തന്നെ നമുക്ക് ധാരാളമാണ്. നമുക്കിനി മോഡൽ എക്സാമും പബ്ലിക് എക്സാമും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പഠിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പുഷ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുവരിക. ഓക്കെ, അങ്ങനെ കൊണ്ടുവന്ന് നമ്മളെ ഓരോ കാര്യങ്ങളായിട്ട് മെല്ലെ മെല്ലെ പഠിച്ച് തുടങ്ങുക. ഓക്കെ, അങ്ങനെ പഠിച്ച് തുടങ്ങി എന്താക്കുക, നമ്മൾക്ക് പറ്റുന്ന പോലെ നമ്മൾ നന്നായിട്ട് എല്ലാ പോർഷൻസും എല്ലാ വിഷയങ്ങളും നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക. അത് നന്നായിട്ട് തന്നെ നമുക്ക് എക്സാമിന് നമ്മൾ എഴുതി കൊടുക്കുക. അത്രയും ചിന്തിച്ചാൽ മതി. ഓക്കെ, വേറെ ഒന്നും നമ്മൾ അങ്ങനെ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് മനസ്സിലുണ്ട് നമുക്ക് നല്ല മാർക്ക് വാങ്ങി ജയിക്കണം എന്നുള്ള ഒരു കാര്യം മൈൻഡിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മൾ പിന്നെ ബാക്കിയുള്ള റിസൾട്ടിനെ പറ്റി ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഓക്കെ, ഇപ്പം നമുക്ക് നന്നായിട്ട് പഠിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അത്രയും മാത്രം നമ്മളിപ്പോൾ ചിന്തിച്ചാൽ മാത്രം മതിയാവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വറീസോ കൺസേൺസോ ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചോളൂ.